ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബർത്ത്ഡേ പാർട്ടിയും അടിപിടിയും പറയുന്നത്. ബർത്ത്ഡേ പാർട്ടിയും കേക്ക് മുറിക്കലെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അടിപിടി എന്നുള്ള പുതിയ സംഭവത്തെക്കുറിച്ച് അറിയില്ല അല്ലേ? അതും സാക്ഷാൽ മോഹൻലാലിൻ്റെ ബർത്ത്ഡേക്ക് നടന്ന അടിപിടി. ഉണ്ട്, മോഹൻലാലുണ്ട്. മോഹൻലാൽ ഇല്ലാതെ പിന്നെ ബർത്ത്ഡേ നടക്കുമോ? മോഹൻലാലിന് പിന്നെ അടിപിടി നടക്കുമോ? ആ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. സാധാരണ സിനിമക്കാരുടെ കല്യാണ നിശ്ചയം, ബർത്ത്ഡേ ഇതൊക്കെ സിനിമ ലൊക്കേഷനിൽ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കും, ഇപ്പോഴത്തെ പഴയ ആൾക്കാരെ കുറിച്ചെല്ലാം ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സർവ്വ രീതിയിലും നല്ല രീതിയിൽ ആഘോഷം ഉണ്ടാകാറുണ്ട്. ഇടയ്ക്കൊന്ന് പറയട്ടെ, വർഷത്തിൽ 3 പ്രാവശ്യവും ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്, ആഘോഷിച്ചവരുണ്ട്. അത് നടനല്ല കേട്ടോ, നടിയാണ്. അത് പറഞ്ഞിട്ട് തുടങ്ങാൻ രസകരമായിരിക്കുക. കാരണം നമ്മൾ ഉണ്ണിമേരിയുണ്ട്. ഉണ്ണിമേരിക്ക് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എപ്പോഴും. അപ്പോൾ തനിക്ക് താല്പര്യമുള്ള പത്രക്കാർ, തന്നെക്കുറിച്ച് കൂടുതൽ എഴുതുന്ന പത്രക്കാർ ചെല്ലുമ്പോൾ അവർക്ക് പറയും, ചേട്ടാ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ മറ്റുള്ള ബർത്ത്ഡേ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ബർത്ത്ഡേ 2-3 വർഷമൊക്കെ ആഘോഷിച്ച ഉണ്ണിമേരി എനിക്കറിയാം. ഞങ്ങൾ തന്നെ ഇപ്പോൾ നാനയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യം ഒരു വർഷത്തിൽ ഉണ്ണിമേരിയുടെ ബർത്ത്ഡേ ആഘോഷിച്ച ഫോട്ടോ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം മൂന്നാറിലാണെങ്കിൽ മറ്റൊരു സമയം ഊട്ടിയിലായിരിക്കും, അതല്ലെങ്കിൽ മദ്രാസിലായിരിക്കും. ഇങ്ങനെയൊക്കെയാണത്. പക്ഷേ അത് ഞങ്ങൾക്ക് തെളിവ് സഹിതമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ണിമേരി അന്ന് അങ്ങനെ ചെയ്തത്. കാരണം പബ്ലിസിറ്റി വെച്ചാൽ കുറച്ച് നേരത്തെ തുടങ്ങും, പാർട്ടി നടത്തുന്നതാണത്. ആ രഹസ്യം ഞങ്ങൾ തന്നെയാണ് പൊളിച്ചത്. എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ ഓരോ ബർത്ത്ഡേക്കും ഓരോ വയസ്സ് കൂടണ്ടേ? പക്ഷേ ഉണ്ണിമേരിയെ സംബന്ധിച്ച് ഓരോ ബർത്ത്ഡേക്കും ഓരോ വയസ്സ് കുറയാറാണ് പതിവെന്ന് ആലോചിക്കണം. അങ്ങനെ രസകരമായി പെരുമാറിയിരുന്ന ഒരു നടി കൂടിയാണ് ഉണ്ണിമേരി. നമുക്ക് തൽക്കാലം വിടാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത് മോഹൻലാലിനെ കുറിച്ചാണെന്ന് ആലോചിക്കണം. മോഹൻലാലിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ പല രീതിയിലും ആഘോഷിക്കാറുണ്ട്. പ്രത്യേകിച്ചൊരു സൂപ്പർ സ്റ്റാർ ലെവൽ കടന്നതിന് ശേഷം ഇപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും തങ്ങളുടെ ബർത്ത്ഡേക്ക് വരാനിരിക്കുന്ന വർഷങ്ങളിൽ നടപ്പിലാക്കേണ്ട ബഹുമുഖ പദ്ധതികളെക്കുറിച്ച് അനൗൺസ് ചെയ്യാറുണ്ട്. അതൊരു പക്ഷേ വീട് വയ്ക്കുന്ന കാര്യമായിരിക്കാം, രോഗികൾക്ക് ധനസഹായം ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. അങ്ങനെ പല രീതിയിലും അതായത് ആരാണോ സഹായിക്കുന്നത്, മുന്നിൽ നിൽക്കുന്നത്, അങ്ങനെ ഒരു മത്സരം ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു. ചിലർ പറയും ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാറില്ല, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാറില്ല എന്നൊക്കെ പറയും. അപ്പോൾ വലത് കൈ ആരാന്ന് വെച്ചാൽ ഇവിടെ മമ്മൂട്ടിയാണ്, വലത് കൈ വെച്ചാൽ ഇടത് കൈ മോഹൻലാലായിരിക്കും. ഇവിടെ ഇടത് കൈ ആരാന്ന് വെച്ചാൽ മമ്മൂട്ടിയാണെങ്കിൽ മറ്റു വലത് മോഹൻലാലായിരിക്കും. ഇവർ പരസ്പരം അറിയാറില്ല എന്നുള്ളൊരു തമാശ പ്രയോഗവും മലയാള ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം, ഈ രഹസ്യം അതായത് കേരളത്തിലായിരുന്നില്ല, നാഗർകോവിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് ആയിരുന്നു കേട്ടോ. നാഗർകോവിൽ ഒരു പ്രത്യേക രീതിയിലുള്ള. അപ്പോൾ അന്ന് ചില ഫാൻസുകാരൊക്കെ നേതാക്കന്മാർ വിളിച്ചു ചോദിച്ചു, ലാലേട്ടാ ഞങ്ങൾ നാഗർകോവിലേക്ക് വരട്ടെ? ദൂരം നിന്നല്ല, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, നമുക്ക് അവിടെ നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? ലാൽ പറഞ്ഞു, ഇന്ന് വേണ്ടടേ, ഇവിടെ മാത്രം അവരാഘോഷിക്കണമെങ്കിൽ ആഘോഷിച്ചോട്ടെ, പക്ഷേ അത് വലിയ രീതിയിലൊന്നും നമുക്ക് ആഘോഷിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ വേണമെങ്കിൽ ആഘോഷിച്ചോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അവരിൽ ചിലരൊക്കെ ഇവിടെ നാഗർകോവിലേക്ക് വന്നു. അപ്പോൾ അവരിങ്ങനെ ചുറ്റിപ്പറ്റി ഫാൻസുകാരോട് എന്താ വിശേഷം വെച്ചാൽ അവരാണ് പബ്ലിസിറ്റി കൊടുത്തത്. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഈ അതായത് ഈ ചൂട് കാലത്ത് അഗ്നി പടരുന്ന പോലെ വളരെ പെട്ടെന്നാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരന്നു. പെട്ടെന്ന് അവർ സംവിധായകൻ പറഞ്ഞു, ഇന്ന് നമ്മൾ 5 മണിക്ക് നമ്മൾ ഇത് ഷൂട്ടിംഗ് അവസാനിപ്പിക്കുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ പാതിരാത്രി വരെ ഇഷ്ടമുള്ളത് വരെ ലാലിൻ്റെ ബർത്ത്ഡേ ആണ്. അതിൽ ബർത്ത്ഡേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ലാലിൻ്റെ വയസ്സനുസരിച്ചുള്ള മെഴുതിരി തയ്യാറാക്കുന്നു, വലിയ കേക്ക് തയ്യാറാക്കുന്നു. അത് വ്യത്യസ്ത കേക്കുകൾ. ഈ വരുന്നവർക്കെല്ലാം ഒരു കേക്ക് കഴിച്ചാൽ വയറ് നിറയുന്ന രീതിയിലുള്ള വലിയ കൂറ്റൻ കേക്കാണ് അറേഞ്ച്. അതിൽ മോഹൻലാലിൻ്റെ പേരെഴുതി, മോഹൻലാലിൻ്റെ വയസ്സെഴുതി, ആ സിനിമയുടെ പേരെഴുതി, അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 5 മണിക്ക് പാക്കപ്പായി, ഒരു 6 മണി എല്ലാവരും പറഞ്ഞു 6 മണിക്ക് വരണം. എവിടെ വരണം, എവിടെ ആഘോഷിക്കണം? തങ്കം എന്നുള്ള നല്ല ഭേദപ്പെട്ട ഹോട്ടലുണ്ട് അവിടെ തന്നെയാണ് ലാലൊക്കെ താമസിക്കുന്നത്. അവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞിരുന്നത്. അവിടെ ചിലർ വന്നു. അപ്പോൾ മദ്യപാനത്തിൻ്റെ സംഭവങ്ങളൊന്നും ഇല്ലേ എന്ന് ചിലരൊക്കെ രഹസ്യമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയി ലാലേട്ടൻ കേൾക്കട്ടെ, ലാലേട്ടൻ തന്നെ നമുക്ക് ഒഴിച്ചു തരും, ഇനിയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി.
അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു പറഞ്ഞു എല്ലാം ഉണ്ടടേ ഒന്ന് ക്ഷമിച്ചിരിക്കി, അടിച്ച് ബഹളമൊന്നും ഉണ്ടാക്കരുത്, ബോധം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങി വെച്ച് ലാലിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുട്ടിക്കാലത്തെ പറഞ്ഞു, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇടയ്ക്ക് പറഞ്ഞു ലാലേട്ടൻ പാട്ട് പാടണമെന്ന് പറഞ്ഞു. ലാലേട്ടൻ പാട്ട് പാടുന്ന പറഞ്ഞില്ല, പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണത്. കാരണം ഞാൻ നോ എന്ന് പറയില്ല, എനിക്ക് ശ്രുതിയില്ല എന്ന് പറയില്ല, എനിക്ക് ഓർക്കസ്ട്ര വേണമെന്നൊന്നും പറയില്ല. ഞാൻ പാടിയിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക. അതിനു മുമ്പ് എന്നേക്കാൾ നന്നായിട്ട് പാടുന്നവരും ആടുന്നവരും ഇവിടെയുണ്ട്, അവരുടെയൊക്കെ കഴിയട്ടെ. അങ്ങനെ പാട്ടുകൾ പാടുന്നു, കഥകൾ പറയുന്നു, ലാലിനെ പൊക്കി പറയുന്നു, ലാല് കുറേ വർഷം ജീവിച്ചിരിക്കട്ടെ എന്ന് പറയുന്നു. ഈ സന്മനസ് ഭൂമിയിൽ കുറേ കാലം ജീവിച്ച് വേറെയിൽ പറയുന്നു. ചില നായികമാർ പറയുന്നു ലാലേട്ടൻ്റെ കൂടുതൽ സിനിമയിൽ നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കട്ടെ എന്ന് നായികമാർ പറയുന്നു. അങ്ങനെ മുഖസ്തുതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. സമയം പോയത് അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം. അതൊരു ബൊഫേ രീതിയിൽ തന്നെയായിരുന്നു ഭക്ഷണം. നോൺ തന്നെ, വെജിറ്റേറിയൻ ബർത്ത്ഡേ ആയതുകൊണ്ട് വെജിറ്റേറിയനൊന്നുമല്ല, നോൺ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അതുകൊണ്ടുണ്ട്, തീർച്ചയായിട്ടുണ്ട്. അതങ്ങനെ ഒരു ഭാഗത്ത് ഒതുക്കിച്ചിരിക്കല്ലേ. മദ്യമില്ലാതെ എന്ത് ബർത്ത്ഡേ. അത് സിനിമക്കാരും അതിൽ എല്ലായിടത്തും വലിയ വലിയ വീടുകളിൽ, സമ്പന്നരുടെ വീടുകളിൽ പോലും പേരിടല്, കുട്ടി ജനിച്ചതിന് മറ്റേനും മറിച്ചതിനും അടക്കം ഇതില്ലാതെ, മദ്യമില്ലാതെ എന്ത്. അപ്പം ചോദിക്കും ഇപ്പോഴോ? അതാണ് പറഞ്ഞ്. ഇപ്പോൾ ഈ ഒരു പാർട്ടിക്ക് പോയ മദ്യം ഒക്കെ അങ്ങനെ സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. കഴിക്കുന്നില്ലേ, രണ്ടെണ്ണം വീശണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട. കാരണം നാവിയിൽ തൊട്ട് നക്കുന്നത് ഒരു സാധനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് തൊട്ട് നക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഫിറ്റാവുന്നതെന്ന് പറയണം. അപ്പോൾ അങ്ങനെ ആ ലഹരിയുടെ മേഖലകൾ മാറിക്കഴിഞ്ഞു. ഇത് പറയാൻ കാരണം നിങ്ങളടക്കമുള്ളവർ ഏതെങ്കിലും പാർട്ടികൾക്ക് പോകുമ്പോൾ അവിടെ കാലിയായിക്കൊണ്ടിരിക്കുന്ന മദ്യക്കുപ്പികളല്ല പലതും കാണാൻ കഴിയുക. പകരം കൂടുതൽ വിഷാംശം ഉള്ളിലെത്തുന്ന, ആരോഗ്യത്തെ കനിക്കുന്ന രീതിയിലുള്ള ഏറ്റവും മുന്തിയ ലഹരി എന്നല്ല, ലഹരി ഒരു സുഖകരമാണ്. ലഹരി എന്നല്ല, ആളെ കൊല്ലുന്ന ഈ സ്റ്റാമ്പ് സൈസിലുള്ള സ്റ്റാമ്പ് എന്നൊക്കെയാണ് പറയുന്നത്. പല പേരുകളിൽ അതിങ്ങനെ നാവിൻ്റെ അടിയിലോ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ച് തേയ്മാനം കൊണ്ട്, പിന്നെ വിഷമുള്ള പാമ്പിനെ കൊണ്ട് കുത്തിച്ച് ലഹരിയും അതൊക്കെ ഉണ്ട്. അത് ഒരു വട്ടന്മാർ വേറെ. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ ഇവിടെ അത്തരം ഈ സ്റ്റാമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നല്ല സാധനം തന്നെയാണത്. അത് ആദ്യം കഴിച്ചപ്പോൾ പലർക്കും ഒരു തലയ്ക്കൊന്നും മേടിക്കണില്ല. അപ്പോൾ ലാലേട്ടോ ഇത് വെള്ളം ചേർത്താണോ, ഇത് ലഹരിയൊന്നും ഇല്ലല്ലോ, കഴിക്കട മോനെ, രണ്ടെണ്ണം അടിച്ച് കഴിയട്ടെ. അടിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ പൂസായി വരുന്നത്. അപ്പോൾ സമയം ഏകദേശമാകുന്നു. പുറത്തു നിന്ന് 2-3 പേര് വരുന്നു. അവർ വാച്ചിലേക്ക് നോക്കുന്നു. ഇതൊന്ന് നിർത്തണം, ഇപ്പം മണി 12 മണിയായി, 12 മണി വരെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളൂ, ഇത് ബാക്കി ഞങ്ങൾക്കാണ്. കാരണം നാളെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പരിപാടിയാണ്, കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റോറിയം എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ലാലൊരു സൈഡിൽ ഇരുന്നിട്ട്, ലാലും വേറെ സുഹൃത്തുക്കളും സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവർ വന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാരോ ഏറ്റുപിടിക്കും. 12 കഴിഞ്ഞ് 1 മിനിറ്റായ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു തുടങ്ങി, ഒരു പരിഹാസ തരത്തിൽ. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾക്ക് തന്ന ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൻ്റെ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ അതുവരെ തലകുത്തി മറിയേ, പാട് എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയണ. പറഞ്ഞിട്ട് എന്താ, ഇവരൊന്നും രണ്ടും പറഞ്ഞ് ഉന്തും തള്ളുമാകുന്നു. ഉന്തും തള്ളുമിന് അടിപിടിയിലേക്ക് എത്തുന്നു. അടിപിടി കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ലാൽ അവിടെ നിന്ന് എണീക്കുന്നു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നു. ലാൽ കൂടെ ചെല്ലുന്നു. അവരോടൊപ്പം എൻ്റെ കൂട്ടുകാരെ അടിക്കുന്ന ആരാടെ ലാൽ അടിക്കാൻ നിന്നു. അങ്ങനെ അടി അവസാനിപ്പിക്കുന്നു. ലാൽ കൂട്ടത്തിൽ ചേരുന്നായിരിക്കണം, ഒറ്റ തിരിഞ്ഞ് പോകാറില്ല. അത് ശരിയല്ല എന്ന് ലാലിന് അറിയുകയും ചെയ്യാം. എങ്കിലും ലാൽ തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവരെ അടിക്കുന്നത് കണ്ട് ഒപ്പം നിന്ന് മറുപട്ട അടിച്ചു എന്നുള്ളതാണ്. എല്ലാം ശാന്തമായി. പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി പറഞ്ഞു അവർക്ക് ഓരോ പെഗ് കൂടി കൊടുക്കൂ, ഇത് കഴിച്ചു പോയി ഉറങ്ങട്ടെ എന്നുള്ളൊരു സന്തോഷമായി. ഇത് സ്പെഷ്യൽ, ഇത് മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പേരിട്ടിട്ടുള്ള വില കൂടിയ മദ്യത്തിൻ്റെ ഓരോ പെഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിക്കുന്നതിന് മുമ്പ് ലാൽ പറഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ചെയ്തത് തെമ്മാടിത്തരമാണെന്ന് ആലോചിക്കണം. നമ്മുടെ സമയമല്ല ഇത്, അവരുടെ സമയമാണെന്ന് ആലോചിക്കണം. അവരെ ചോദിച്ച് മാന്യമായി സംസാരിച്ച അവരോട് നമ്മളാണ് ലഹരിയിൽ തട്ടിക്കേറിയത്. അത് എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പാർട്ടിയിൽ മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത്, എൻ്റെ പിന്തുണ നിങ്ങൾക്കുണ്ടാവില്ല, ഇനി എല്ലാവരും കഴിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ അത് മോഹൻലാൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മദ്യമെടുക്കാൻ പലരും തയ്യാറായില്ല.
അവർ കാരണം അതിനേക്കാൾ വലിയ വീര്യമുള്ള സാധനം ലാൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലാൽ പഴയതുപോലെ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞാണ്, കഴിച്ചോളൂ. അങ്ങനെ ഈ ലാലും അവരോടൊപ്പം ഒരു പെഗ് ഗ്ലാസ് എടുത്തിട്ട് ചിയേഴ്സ് പറഞ്ഞ് അവസാനിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിഞ്ഞു.